നഗരസഭയിലെ 28 കോടി രൂപയുടെ പദ്ധതി ഭേദഗതികൾക്ക് കൗൺസിൽ യോഗം അംഗീകാരം നൽകിയതായി ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി. ആസൂത്രണ സമിതിക്ക് പദ്ധതികൾ സമർപ്പിക്കാൻ തീരുമാനിച്ചതായും ചെയർമാൻ അറിയിച്ചു. കായംകുളം നഗരസഭ 2026-2027 സാമ്പത്തിക വർഷത്തെ പുതിയ പദ്ധതികളും സ്പിൽ ഓവർ പദ്ധതികളുമായി 28 കോടി രൂപയുടെ പദ്ധതി ഭേദഗതികൾക്ക് കൗൺസിൽ യോഗം അംഗീകാരം നൽകിയതായും ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചതായും നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി അറിയിച്ചു. കായംകുളം നഗരസഭയുടെ 2026-27 പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കൗൺസിൽ ഉണ്ടായിരുന്നു. കൗൺസിൽ പദ്ധതി സെക്രട്ടറി വായിച്ചു, എല്ലാം കൗൺസിൽ അംഗീകരിച്ചു. അതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യദിന ആഘോഷം നിലവിൽ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവർക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളത് ബോയ്സ് ഹൈസ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ 4 മാസത്തെ പൈസ അവർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു ഓണത്തിന് 2 ആഴ്ചയോടുകൂടി കൊടുക്കാൻ സെക്രട്ടറിയോട് തീരുമാനിച്ചിട്ടുണ്ട്. അതേപോലെ കായംകുളത്തെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉടൻ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കുമെന്ന്. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് വിപുലമായി സംഘടിപ്പിക്കും. നഗരപ്രദേശത്തെ സ്ട്രീറ്റ് ലൈറ്റുകളുടെ മെയിൻ്റനൻസ് ജോലികൾ ഉടൻ തന്നെ ആരംഭിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇതുവരെയുള്ള കുടിശ്ശിക വേതനം ഓണത്തിനു മുമ്പ് നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു. KP റോഡിലെ ഗതാഗതത്തിന് തടസ്സമായിട്ടുള്ള റെയിൽവേ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റി പുതിയ ബസ് സ്റ്റോപ്പുകൾ ഉടൻ സ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചുവെന്നും ചെയർമാൻ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.